സാർ പുറത്ത് പോകും, എനിക്ക് നാളെ വരുന്നത്. ഓണാക്കി തന്നിട്ട് പോവോ? ഓണാണോ? കട്ട് ചെയ്തേ. ഹായ് എവരി വൺ, വാവ്, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരും ഫസ്റ്റ് സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി 5 ഇയർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ 5 ഇയർ പ്ലാനിങ് മൊത്തം ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ 5 ഇയർ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പം നമുക്കറിയാം 12 5 ഇയർ പ്ലാനിങ്സ് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ 5 വർഷത്തേക്ക് പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികളാണ് നമ്മുടെ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പം ഈ 5 ഇയർ പ്ലാൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ അറിഞ്ഞു പോകണം. ഓക്കെ, അതിൽ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 5 ഇയർ പ്ലാനിങ്സ്, നമ്മൾ ഈ 5 ഇയർ പ്ലാനിങ്സ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ ബോറോ ചെയ്തതാണ്. ഓക്കെ, ഈ 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ എന്ത് ചെയ്തതാണ്? ബോറോ ചെയ്തതാണ്. അത് ഏത് കൺട്രിയിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആൻസർ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR ആണ്. ഓക്കെ, അപ്പം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, USSRൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഐഡിയ കടമെടുത്തത്. അപ്പോൾ നിങ്ങൾ അടുത്ത് ആലോചിക്കും, ഓക്കെ, USSRൽ ആര് ഭരിക്കുന്ന സമയത്താണ് ഈ 5 ഇയർ പ്ലാൻസ് വന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ജോസഫ് സ്റ്റാലിൻ ആണ്. അപ്പം ജോസഫ് സ്റ്റാലിൻ ഭരിക്കുന്ന സമയത്താണ് USSRൽ എന്ത് വന്നത്? 5 ഇയർ പ്ലാൻസ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആ ഇയറും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇയർ 1928. അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് എന്തൊക്കെ പഠിച്ചു? സോവിയറ്റ് യൂണിയൻ ആണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇംപ്ലിമെൻറ്റ് ചെയ്ത ആളെന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. വർഷം 1928 ആണ്. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ആരാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ സർ M വിശ്വേശ്വരയ്യയാണ്. ആരാണ്? സർ M വിശ്വേശ്വരയ്യ. സർ M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഈ സർ M വിശ്വേശ്വരയ്യ ബേസിക്കലി ഒരു എൻജിനീയർ ആയിരുന്നു. ഓക്കെ, പുള്ളിക്കാരൻ ഒരു എൻജിനീയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള സെപ്റ്റംബർ 15 നമ്മൾ ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള സെപ്റ്റംബർ 15 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾ അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് ദിവാൻ ഓഫ് മൈസൂർ ആയിരുന്നു. ദിവാൻ ഓഫ് മൈസൂർ, മൈസൂരിലെ ദിവാനായിരുന്നു വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. ദിവാൻ ഓഫ് മൈസൂർ. അപ്പം അങ്ങനെ ദിവാൻ ഓഫ് മൈസൂർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ പറയുന്നുണ്ട്. അതാണ് ഫാദർ ഓഫ് മോഡേൺ മൈസൂർ. ഫാദർ ഓഫ് മോഡേൺ മൈസൂർ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? സർ M വിശ്വേശ്വരയ്യയുടെ പേര് പറയണം. ഇനി അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഓക്കെ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC സ്ഥാപിച്ചത് 1952 ഓഗസ്റ്റ് 2 1952 ഓഗസ്റ്റ് 2 എന്ത് ചെയ്തത്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസിന് അംഗീകാരം കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പേര് പറയണം. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസിന് അംഗീകാരം കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഓക്കെ, അപ്പം അവിടെ നിന്ന് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യയിൽ വന്ന 5 ഇയർ പ്ലാൻ ഏതാണെന്ന്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാന് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ വന്ന പ്ലാനാണ്. അപ്പം അതിൻ്റെ കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ
ലോഞ്ച് ചെയ്ത വർഷം അല്ലേ, സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് 1952 ആണ്. പക്ഷേ ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ് ഇന്ത്യയിൽ നമ്മൾ നടപ്പിലാക്കുന്നത് 1951 അപ്പോൾ അതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് പോയിന്റ്. വർഷം എന്ന് പറയുന്നത് 1951 മുതൽ 1956 വരെയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിനെ നമ്മൾ ഹരോഡ് ഡൊമാർ മോഡൽ എന്നും പറയാറുണ്ട്. ഹരോഡ് ഡൊമാർ മോഡൽ എന്ന് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിനെ പറയാറുണ്ട്. ഫോക്കസ് നമ്മൾ ചെയ്തിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിനെ ആയിരുന്നു. അഗ്രികൾച്ചർ സെക്ടറിനെ നല്ലോണം ഒന്ന് ഇംപ്രൂവ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫസ്റ്റ് 5 ഇയർ പ്ലാന് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2.1% ആയിരുന്നു. പക്ഷേ നമുക്ക് 3.6% ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. 2.1% നമ്മൾ ടാർഗറ്റ് ചെയ്തു, പക്ഷേ 3.6% ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ആ സമയത്തുള്ള PM ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പറയണം. PM ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പറയണം. പിന്നെ നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട 2-3 പോയിന്റ്സും കൂടെ ഉണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തോളൂ. അതായത് ഇന്ത്യയിലെ UGC അല്ലെ, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ വരുന്നത് ഏത് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ പേര് പറയണം. അടുത്തതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതും ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. ഇനി ഇത് അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാംസും ഈ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ഭക്രാനങ്കൽ ഡാമാണ്. ഭക്രാനങ്കൽ ഡാം. ഈ ഭക്രാനങ്കൽ ഡാം എന്ന് പറയുമ്പം അത് ഏത് റിവറിന് കുറുകയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സത്ലജ് റിവറിൻ്റെ അല്ലേ, സത്ലജ് റിവറിൻ്റെ കുറുകയാണ് ഭക്രാനങ്കൽ ഡാം. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഭക്രാനങ്കൽ ഡാമിൻ്റെ പേര് പറയണം. ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ഹിമാചൽ പ്രദേശ് എന്നാണ് പറയേണ്ടത്. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിരാക്കുഡ് ഡാമാണ്. ഹിരാക്കുഡ് ഡാം മഹാനദിക്ക് കുറുകെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒഡീഷയിലാണ് കേട്ടോ, മഹാനദിക്ക് കുറുകെ ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹിരാക്കുഡ് ഡാമിൻ്റെ പേര് പറയണം. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഹരോഡ് ഡൊമാർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ഇമ്പോർട്ടൻ്റ് ഡാംസ് ആയിട്ടുള്ള ഹിരാക്കുഡ് ഡാമും ഭക്രാനങ്കൽ ഡാമും ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്താണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ അത് പണിഞ്ഞത്. അതുപോലെ തന്നെ UGC നിലവിൽ വരുന്നതും ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വരുന്നതും ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. അതിൻ്റെ കൂടെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, അതായത് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എപ്പോഴാണെന്ന്. അതും ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ്. പക്ഷേ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ആണ്. പക്ഷേ ഈ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ പേര് തന്നെ പറയണം. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിംഗ് എന്ന് പറയുമ്പം അവിടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിങ് 1951 മുതൽ 1956 വരെ ആയിരുന്നല്ലോ. അപ്പം സെക്കൻഡ് 5 ഇയർ പ്ലാനിങ് സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് വരുന്ന 5 വർഷം, അതായത് 1956 മുതൽ 1961 വരെ ആയിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത്, സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് 1956 മുതൽ 1961 വരെ ആയിരുന്നു. ഓക്കെ, ഇനി ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിനെ നമ്മൾ പറയുന്നത് മെഹലനോബിസ് മോഡൽ എന്നാണ്. മെഹലനോബിസ് മോഡൽ എന്നാണ് നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിനെ പറയുന്നത്. അപ്പോൾ ഈ മെഹലനോബിസ് ആരാന്ന് നോക്കാം. മെഹലനോബിസ് അഥവാ PC മെഹലനോബിസ്.
PC മെഹ്ലനോബിസ് എന്ന് പറയുന്നത് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ആണ്. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? സർ എം വിശ്വേശ്വരയ്യയുടെ പേര് പറയണം. പക്ഷേ ഇവിടെ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? മെഹ്ലനോബിസിന്റെ പേര് പറയണം. ഈ മെഹ്ലനോബിസ് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാനിംഗ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ നമ്മൾ ആർക്കിടെക്റ്റ് ഓഫ് പുള്ളിക്കാരനെ നമ്മൾ എന്ത് പറയും? ഈ രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ നമ്മൾ മെഹ്ലനോബിസ് മോഡൽ എന്ന് പറയും. പുള്ളിക്കാരനെ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ്. ഹി പ്രിപ്പയർഡ് സെക്കൻഡ് 5 ഇയർ പ്ലാനിംഗ്. സെക്കൻഡ് 5 ഇയർ പ്ലാനിംഗ് പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കട്ടയുടെ ഫൗണ്ടറാണ് കേട്ടോ. 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് PC മെഹ്ലനോബിസ് ഫൗണ്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ PC മെഹ്ലനോബിസിനെ നമ്മൾ എന്ത് പറയും? ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? PC മെഹ്ലനോബിസിനെയാണ്. അതിനുശേഷം ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 3 ഇമ്പോർട്ടൻ്റ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് 3 ഇരുമ്പുരുക്ക് ശാലകൾ അഥവാ സ്റ്റീൽ പ്ലാന്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇരുമ്പുരുക്ക് ശാലകൾ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാന്റുകൾ വന്നത് ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പേര് പറയണം? ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭിലായ് അല്ലേ? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് വരുന്നത് ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. ഈ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഛത്തീസ്ഗഡിലാണെന്ന് പറയും അല്ലേ? ഛത്തീസ്ഗഡിലാണ്. ഇനി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ സഹായത്തോടെ അല്ലെങ്കിൽ USSRന്റെ സഹായത്തോടു കൂടിയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിൽ നിർമ്മിച്ചത്. രണ്ടാമത് വരുന്നത് ദുർഗാപൂർ ആണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെസ്റ്റ് ബംഗാളാണെന്ന് പറയണം. വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഉള്ളത്. ഇനി അടുത്ത് ചോദിക്കുന്നത് ഇത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചതെന്നാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് മൂന്നാമത് നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് റൗർക്കേല. റൗർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് കേട്ടോ. റൗർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ഇനി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൗർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൗർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് തേർഡ് 5 ഇയർ പ്ലാനിങ്ങിലേക്ക് പോവാം. തേർഡ് 5 ഇയർ പ്ലാന് തേർഡ് 5 ഇയർ പ്ലാനിങ്ങിനെ പറയുന്നത് നമ്മൾ ഗാഡ്ഗിൽ മോഡൽ എന്നാണ് കേട്ടോ. GA ആണ്. ഗാഡ്ഗിൽ മോഡൽ എന്നാണ് തേർഡ് 5 ഇയർ പ്ലാനിങ്ങിനെ പറയുന്നത്. ഗാഡ്ഗിൽ പ്ലാൻ ആണ് തേർഡ് 5 ഇയർ പ്ലാൻ. ഈ തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ സക്സസ്ഫുൾ ആയ ഒരു 5 ഇയർ പ്ലാൻ അല്ല. കാരണം 1961 മുതൽ 1966 വരെ ആയിരുന്നു നമ്മുടെ തേർഡ് 5 ഇയർ പ്ലാനിങ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ 1962 ഇൻഡോ ചൈന വാർ വന്നു. 1962 എന്ത് വന്നു? ഇൻഡോ ചൈന വാർ വന്നു. അതുപോലെ തന്നെ 1965 ഇൻഡോ പാകിസ്ഥാൻ വാർ വരുന്നു. ഓക്കെ, 2 വാർ ഈ സമയത്ത് തന്നെ വന്നു. അത് കൂടാതെ 1964 65 ഇടയിൽ ഇന്ത്യയിൽ ശക്തമായ വരൾച്ചയും അതുപോലെ തന്നെ ക്ഷാമവും ഉണ്ടായി. സിവിയർ ആയിട്ടുള്ള ഡ്രോട്ടും ഫമൈനും വന്നു. ഏത് കാലഘട്ടത്തിലാണ്? 64 65 ഇടയിൽ. ഇതൊന്നും പോരാത്തതുകൊണ്ട് അപ്പോഴേ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഇതൊന്നും പോരാത്തത് കൊണ്ട് 1964 ആര് മരിച്ചു? ജവഹർലാൽ നെഹ്റു മരിച്ചു. അതുപോലെ തന്നെ 66 LB ശാസ്ത്രി അല്ലെ, ലാൽ ബഹദൂർ ശാസ്ത്രിയും മരിച്ചു പോവുകയാണ്. അപ്പോൾ പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ എക്കണോമിക്കലിയും നമുക്ക് വലിയ ക്രൈസിസുകൾ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഈ പ്ലാൻ ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് മാറി. ഈ 5 ഇയർ പ്ലാൻ എന്തായിട്ട് മാറി? ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് മാറി. ഈ പ്ലാൻ തുടങ്ങുന്ന സമയത്തുള്ള PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജവഹർലാൽ നെഹ്റു എന്ന് വേണം പേര് പറയാൻ. ആദ്യത്തെ 3 5 ഇയർ പ്ലാൻസിൻ്റെ സമയത്തും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആര് തന്നെയാണ് PM? ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷേ ജവഹർലാൽ നെഹ്റു മരിച്ചതിന് ശേഷം ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് PM ആയിട്ട് അപ്പോയിൻറ്റഡ് ആയി അല്ലേ? ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് PM ആയിട്ട്
അപ്പോയിൻറ്റഡ് ആയി. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തേർഡ് 5 ഇയർ പ്ലാനിനെ പറ്റിയിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്ത്, ഏത് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ പേര് പറയണം. നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫുഡ് ക്രോപ്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ, ഫുഡ് ക്രോപ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ. അപ്പം ഫുഡിനൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് വന്ന ഈ സമയത്ത് തന്നെ ആയിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക? ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ആരെന്നാണ്. അറിയാമായിരിക്കുമല്ലോ, ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായ ക്രോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീറ്റ് എന്ന് പറയണം. വീറ്റിനാണ് ഗ്രീൻ റെവല്യൂഷൻ കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്. ഏറ്റവും ബെനിഫിറ്റ് കിട്ടിയ ക്രോപ്പ് വീറ്റാണ്. ഓക്കെ, അതിനുശേഷം റൈസ്. ഓക്കെ, ഡോക്ടർ ഞാൻ ഒന്നും കൂടെ എഴുതാം, MS സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് 5 ഇയർ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി തേർഡ് 5 ഇയർ പ്ലാൻ നമ്മൾ പറഞ്ഞു ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. അപ്പം തേർഡ് 5 ഇയർ പ്ലാൻ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വന്നില്ല, പിന്നെ 5 ഇയർ പ്ലാനുകളായിട്ട് നമ്മൾ നടത്തിയില്ല. അപ്പം ഓൾറെഡി നമ്മൾ ഭയങ്കര ഫൈനാൻഷ്യലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പം അങ്ങനെ 2 യുദ്ധം കഴിഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ മഴയില്ലാതായി, ഫുഡിന് ക്ഷാമം വന്നു, അപ്പം കൃഷിയൊക്കെ നശിച്ചു. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു 5 ഇയർ പ്ലാൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായ ഒരു സപ്പോർട്ട് നമുക്കില്ലായിരുന്നു. നമുക്ക് അത്രയും പൈസ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇയർലി പ്ലാനിങ്ങിലേക്ക് പോയി. ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇയർലി പ്ലാനിങ്ങിൻ്റെ നടത്തുന്ന സമയത്ത് PM എന്ന് പറയുന്നത്. ഈ ഇയർലി പ്ലാനിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാനിങ് ഹോളിഡേ അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലാനിങ് ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇയർലി പ്ലാനിങ് നടക്കുന്ന വർഷം 1996 മുതൽ 1999 വരെയാണ് 3 ഇയർലി പ്ലാനിങ്ങുകളാണ് നടന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആനുവൽ പ്ലാൻസ് എന്ന് വിളിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആ സമയത്ത് PM ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. വർഷമെന്ന് പറയുന്നത് 1966 മുതൽ 1969 വരെയാണ്. ഇതിൽ 66നും 67നും ഇടയ്ക്ക് ഫസ്റ്റ് ആനുവൽ പ്ലാന്, 67നും 68നും ഇടയ്ക്ക് സെക്കൻഡ് ആനുവൽ പ്ലാന്, 68നും 69നും ഇടയ്ക്ക് തേർഡ് ആനുവൽ പ്ലാൻ. അപ്പം ഈ പ്ലാൻസിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആൻസർ പറയേണ്ടത് എന്താണ്? സെൽഫ് റിലയൻസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഭയങ്കര തളർന്നിരിക്കുവാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എന്താ പറയുക, സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ നമ്മളെ സ്വാശ്രയത്വം എന്ന് പറയില്ലേ, അതായിരുന്നു ഇതിൻ്റെ ഈ ആനുവൽ പ്ലാൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്തിന് 1966 മുതൽ 1969 വരെയുള്ള സമയത്തിന് നമ്മൾ എന്ത് പറയും? പ്ലാനിങ് ഹോളിഡേ എന്ന് പറയും. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫോർത്ത് 5 ഇയർ പ്ലാനിലേക്ക് വന്നു. ഫോർത്ത് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ മെയിൻ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അല്ലെങ്കിൽ ഫോക്കസ് എന്തിലായിരുന്നു? ഫോക്കസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആയിരുന്നു അല്ലേ? ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് സെൽഫ് റിലയൻസ് ആയിരുന്നു നമ്മളുടെ ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർത്ത് 5 ഇയർ പ്ലാനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത് 5.7% ഗ്രോത്ത് ആണ്. പക്ഷെ നമുക്ക് എന്തേ കിട്ടിയുള്ളൂ? 3.3% ഗ്രോത്ത് മാത്രമേ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ സമയത്ത് PM ആരാണെന്ന് ചോദിക്കും. PM എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് PM എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ സമയത്ത് നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നാഷണലൈസേഷൻ ഓഫ് 14 പ്രൈവറ്റ് ബാങ്ക്സ് ബൈ ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അത് ഏറ്റവും ആദ്യമായിട്ട് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 14 ബാങ്കുകളുടെ, പ്രൈവറ്റ് ബാങ്കുകളുടെ നാഷണലൈസേഷൻ നടന്നത് ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നതും എന്ത് തന്നെയാണ്? ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് റവല്യൂഷനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന പരിപാടിയാണ്. അതായത് ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു സംരംഭത്തിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ
വൈറ്റ് റെവല്യൂഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ പരിപാടി 1970-71 കാലഘട്ടത്തിൽ. അത് ഏത് 5 ഇയർ പ്ലാനിൻ്റെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? 4th 5 ഇയർ പ്ലാനിൻ്റെ പേര് പറയണം. മിൽക്ക് പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫാദർ ഓഫ് ഇന്ത്യൻ വൈറ്റ് റെവല്യൂഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? വർഗീസ് കുര്യൻ്റെ പേര്. വർഗീസ് കുര്യൻ്റെ പേര് പറയണം. അപ്പോൾ ഈ വർഗീസ് കുര്യനാണ് ഇതുപോലെ തന്നെ NDDB ഫൗണ്ട് ചെയ്തത്. NDDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഫൗണ്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? ഡോക്ടർ വർഗീസ് കുര്യൻ്റെ പേര് പറയണം. ഇതിൻ്റെ വർഷവും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, 1965. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളായി 4th 5 ഇയർ പ്ലാൻസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വരുന്നത് 5th 5 ഇയർ പ്ലാനിലേക്കാണ്. അപ്പോൾ 5th 5 ഇയർ പ്ലാനിങ്ങിൻ്റെയും മെയിനായിട്ടുള്ള അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് പോവർട്ടി ഒഴിവാക്കുക അല്ലേ, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്. ഈ 2 കാര്യങ്ങളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5th 5 ഇയർ പ്ലാന് ഫോക്കസ് ചെയ്തിരുന്നത്. മെയിനായിട്ട് പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പം 20 പോയിന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? 5th 5 ഇയർ പ്ലാനിൻ്റെ പേര് പറയണം. ഓക്കെ, ഇനി ഈ സമയത്ത് ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് 4.4% ആണ്. നമ്മൾ പക്ഷേ അച്ചീവ് ചെയ്തത് 4.8% ആണ്. ഈ സമയത്തെയും PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏത് 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5th 5 ഇയർ പ്ലാനിൻ്റെ പേര് വേണം പറയാനായിട്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന മറ്റൊരു കാര്യമാണ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ. അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ 1974 ഈ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത് റോളിംഗ് പ്ലാൻസിലേക്ക് പോവാം. അപ്പം റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 5th 5 ഇയർ പ്ലാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 6th 5 ഇയർ പ്ലാനിലേക്ക് പോവാതെ റോളിംഗ് പ്ലാൻസിലേക്കാണ് പോകുന്നത്. കാരണം 5th 5 ഇയർ പ്ലാനിൻ്റെ സമയത്ത് നമ്മുടെ PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ആ സമയത്താണ് നാഷണൽ എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി തോറ്റുപോയി. പകരം വന്നത് മൊറാർജി ദേശായി ആണ് നമ്മുടെ പുതിയ PM ആയിട്ട് വന്നത്. അപ്പോൾ ഈ പുതിയ PM വന്നതിന് ശേഷം എന്ത് ചെയ്തു? അവർ ഈ 5 ഇയർ പ്ലാൻ ഒന്ന് നിർത്തി വെച്ചിട്ട് റോളിംഗ് പ്ലാനിലേക്ക് വന്നു. പുതിയ ആൾക്കാർ വന്നപ്പോൾ പുതിയ ഭരണപരിഷ്കരണം കൊണ്ടുവന്നു. റോളിംഗ് പ്ലാനിലേക്ക് വന്നു. റോളിംഗ് പ്ലാൻ 1978 മുതൽ 83 വരെയാണ് ഒരു പ്ലാൻ ചെയ്തിരുന്നത്. PM മൊറാർജി ദേശായി ആയിരുന്നു. അത് 1980 തന്നെ ഇവർ ടെർമിനേറ്റ് ചെയ്തു. പ്ലാൻ ചെയ്തത് 78 മുതൽ 83 വരെയാണ്. പക്ഷേ 1980 എന്ത് ചെയ്തു? ഇത് ടെർമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 6th 5 ഇയർ പ്ലാനിലോട്ട് പോയി. 1980 മുതൽ 1985 വരെ ആയിരുന്നു 6th 5 ഇയർ പ്ലാൻ. ഇനി അങ്ങോട്ടുള്ളതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഇതുവരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വന്നത്. 6th 5 ഇയർ പ്ലാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. രണ്ടാമത്തത് എംപ്ലോയ്മെൻറ്റ്, കൂടുതൽ ആൾക്കാർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. ഗ്രോത്ത് റേറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് 5.2% ആയിരുന്നു. നമുക്ക് 5.7% അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഈ സമയത്ത് PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? ഇന്ദിരാഗാന്ധിയുടെ പേര് പറയണം. പിന്നെയും ഇന്ദിരാഗാന്ധി ഈ സമയത്ത് PM ആയിട്ട് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 7th 5 ഇയർ പ്ലാൻ ആണ്. ഫോക്കസ് എന്ന് പറയുന്നത്
റാപ്പിഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനുമാണ്. റാപ്പിഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനുമാണ് 7th 5 ഇയർ പ്ലാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഫോക്കസ് ആയിരുന്നത്. വർഷം 1985 മുതൽ 1990 വരെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്തത് 5% ആണ്. പക്ഷേ നമുക്ക് 6% അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ആയിരുന്നു. ഈ സമയത്ത് നമ്മുടെ 7th 5 ഇയർ പ്ലാനിങ് റണ്ണിങ് ആയിരുന്ന സമയത്ത് PM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 8th 5 ഇയർ പ്ലാനിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 8th 5 ഇയർ പ്ലാനിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സെക്കൻഡ് പ്ലാനിങ് ഹോളിഡേ വന്നു. സെക്കൻഡ് പ്ലാനിങ് ഹോളിഡേയുടെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലാനിങ് ഹോളിഡേ നടക്കുന്നത് 1990 മുതൽ 1992 വരെയാണ്. ഈ സമയത്തും 2 ആനുവൽ പ്ലാൻസ് ആണ് നടന്നത്. 1990 മുതൽ 91 വരെ ഒരു ആനുവൽ പ്ലാൻ നടന്നു. 1991 മുതൽ 1992 വരെ സെക്കൻഡ് ആനുവൽ പ്ലാൻ നടന്നു. അതിനുശേഷമാണ് നമ്മൾ 8th 5 ഇയർ പ്ലാനിലേക്ക് പോകുന്നത്. അപ്പോൾ 8th 5 ഇയർ പ്ലാനിൻ്റെ സമയം പിന്നെയും 1992 മുതൽ 1997 വരെയായിരുന്നു. 1992 മുതൽ 1997 വരെ. അപ്പം ഇവിടെ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതായത് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് ചെയ്തത് 5.6% ആണ്. പക്ഷേ നമുക്ക് 6.8% അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഈ സമയത്ത് PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരസിംഹറാവു ആണ് കേട്ടോ. നരസിംഹറാവു ആണ് ഈ സമയത്തെ PM എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ 1998 ഓപ്പറേഷൻ പൊക്രാൻ 2 നടന്നത് കേട്ടോ, 1996 ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 9th 5 ഇയർ പ്ലാനിലേക്ക് പോവാം. 9th 5 ഇയർ പ്ലാൻ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയാണ്. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാലഘട്ടം. ഏതാണ്? 97 മുതൽ 2002 വരെയാണ്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി ആയിരുന്നു നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ 50th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 50ാമത്തെ വർഷം നമ്മൾ ആഘോഷിച്ച 5 ഇയർ പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? 9th 5 ഇയർ പ്ലാനിൻ്റെ പേര് വേണം പറയാം. 9th 5 ഇയർ പ്ലാൻ ആയിരുന്നു ഇന്ത്യക്ക് എന്ത് കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ 50ാമത്തെ വാർഷികത്തിൻ്റെ സമയത്ത് റണ്ണിങ് ആയിരുന്നത്. ടാർഗറ്റഡ് ഗ്രോത്ത് 7% ആയിരുന്നു. പക്ഷേ നമുക്ക് 5.6% മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ സമയത്ത് PM ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാജ്പേയി ആയിരുന്നു അപ്പോഴത്തെ PM എന്ന് പറയുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ വരുന്നത്, നമ്മൾ നേരത്തെ അവിടെ ഒന്ന് വെട്ടിക്കളഞ്ഞില്ല, അതല്ലെന്ന് പറഞ്ഞ് അത് ഇവിടെയാണ് വരുന്നത്. 1998 ഓപ്പറേഷൻ പൊക്രാൻ 2 1998 ഓപ്പറേഷൻ പൊക്രാൻ 2 നടക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ PM എന്ന് പറയുന്നത് അഗൈൻ വാജ്പേയി തന്നെയാണ്. ഈ ഓപ്പറേഷൻ പൊക്രാൻ 2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ള പരീക്ഷണമാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് 10th 5 ഇയർ പ്ലാനിലേക്കാണ്. 10th 5 ഇയർ പ്ലാൻ നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 2002 മുതൽ 2007 വരെയാണ്. നേരത്തെ 2002 കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് 2002 മുതൽ 2007 വരെയാണ് 10th 5 ഇയർ പ്ലാൻ നടക്കുന്നത്. ഡബിളിംഗ് പെർ ക്യാപിറ്റ ഇൻകം ഇൻ നെക്സ്റ്റ് 10 ഇയേഴ്സ്, അതായത് എക്കണോമിക് ഗ്രോത്ത് തന്നെയായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് മെയിൻ എയിം എന്ന് പറയുന്നത്. ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് ചെയ്തത് 8% ആയിരുന്നു. ആ സമയത്ത് PM എന്ന് പറയുന്നത് വാജ്പേയി തന്നെ ആയിരുന്നു. ഓക്കെ, ഈ സമയത്ത് നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് 2005 നടന്ന NREGA, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതുപോലെ തന്നെ ഈ സ്കീം ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ പേരും കൂടെ പറയണം. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഏരിയസിലുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ, അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എംപ്ലോയ്മെൻറ്റ്സ് ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നത് 11th 5 ഇയർ പ്ലാനിലേക്കാണ് കേട്ടോ. 11th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 2007 മുതൽ 2012 വരെയാണ്. ഫോക്കസ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. ആ സമയത്ത് PM എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. ഇനി ഈ സമയത്ത് 2009 കാലഘട്ടത്തിൽ നടന്നത് നമ്മൾ 2012
ലൈക്ക് 5-ൽ കൊണ്ടുവന്ന NREGA സ്കീമിനെ നമ്മൾ റീനെയിം ചെയ്തിട്ട് MGNREGA എന്നാക്കി. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാക്കി. എന്തിന് പകരം? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിന് പകരം MGNREGA എന്നാക്കി. 2009-ലാണ് ഈ റീനെയിം ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ 11th 5-year പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് 12th 5-year പ്ലാനിലാണ്. 2012 മുതൽ 2017 വരെ ആയിരുന്നു ഇതിൻ്റെ കാലഘട്ടം. ലാസ്റ്റ് 5-year പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12th 5-year പ്ലാൻ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. ലാസ്റ്റ് 5-year പ്ലാനാണ്. ഫോക്കസ് എന്ന് പറയുന്നത് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് നമ്മുടെ ഫോക്കസ്. നമ്മൾ ടാർഗറ്റ് ചെയ്തത് 9% GDP ഗ്രോത്ത് ആയിരുന്നു. നമ്മൾ അച്ചീവ് ചെയ്തത് 8% ആണ്. ആ സമയത്ത് PM മൻമോഹൻ സിംഗ് ആണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കറിയാം 5-year പ്ലാൻസിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു ബേസിക് നോട്ടായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റനെങ്കിലും ഈ പോർഷനിൽ നിന്ന് കിട്ടും. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ലേണിംഗ്.